അസ്സലാമു അലൈക്കും. റസിയാസ് വീണ്ടും സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഒരു തരിച്ചോറാണ്. തരിച്ചോറ് എന്ന് പറഞ്ഞാൽ റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു ബിരിയാണി. അത് ഞാൻ നല്ല റോസാപ്പൂവൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ചെമ്മീൻ മതി. തരിച്ചോറിന് ചെറിയ ചെമ്മീനാണ് നല്ലത്. ചെമ്മീനിൽ ഉപ്പും മുളകും പുരട്ടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അധികം ക്രിസ്പി ആയിട്ടൊന്നും പൊരിച്ചെടുക്കണ്ട, ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ചെറിയ ചെമ്മീനല്ലേ, അധികം വേവൊന്നും ഉണ്ടാവില്ല. ഒന്ന് മൊരിയിച്ചിട്ട് നമുക്കത് മാറ്റി വെക്കണം. മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. പച്ച മസാല എന്ന് പറയുന്നത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിൽ ഞാൻ 3 ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. 3 ഉള്ളി ചെറുതാക്കി മുറിച്ചതും, ഒരു 2-3 പച്ചമുളക് അരിഞ്ഞെടുത്തതും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും, ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ഒരു തക്കാളി മുറിച്ചതും, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റണം. ബിരിയാണി മസാല പോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി ഇളക്കി വാട്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. മുളക് പൊടി വേണ്ട, നമ്മൾ ചെമ്മീനിൽ മുളക് നന്നായി ചേർത്ത് മൊരിയിച്ചെടുത്തതാണ്. അതും കൂടി ചെയ്യുമ്പോൾ നല്ല കളറ് വരും. നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നന്നായി ഇളക്കി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. നല്ല കുഴഞ്ഞ ഒരു പാകത്തിലാവണം. നമുക്ക് മൂടി വെച്ചിട്ടതൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നന്നായി വെന്ത് വറ്റി വന്നിട്ടുണ്ട്, നല്ല പാകത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കണം. ചെമ്മീൻ പൊരിച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഈ മസാല നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി ഈ മസാല നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തരി വേവിച്ചെടുക്കണം. റവ നമുക്ക് വേവിച്ചെടുക്കണം. അത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വറുത്തതാണ്, ഞാൻ വറുത്ത് വെച്ചതാണ് നേരത്തെ. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ ഞാൻ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നു. പിന്നെ ഓയിൽ ചേർക്കണം. ഒരു 1/2 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട് ഞാൻ. 1/2 കപ്പ് ഓയിലും 2-3-4 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. റവക്ക് നല്ല എണ്ണമയം വേണം, അല്ലെങ്കിൽ റവ ഒരു ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി നേരിയതായിട്ട് മുറിച്ചിട്ട് എണ്ണയിൽ മൊരിയിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കിയിട്ട് ഇതിലാവശ്യത്തിന് വെള്ളം ചേർക്കും. വെള്ളം റവക്ക് അത്ര കൂടുതൽ വെള്ളമൊന്നും വേണ്ട. 2 കപ്പിന് ഞാൻ 2.5 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആദ്യം 2 കപ്പ് ചേർത്തു, പിന്നെ ഒരു 1/2 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചത് ഞാൻ. എന്നിട്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റവ ഒന്ന് കുടഞ്ഞ് ഇട്ട് കൊടുക്കണം. വലിയ കട്ട പിടിച്ച് പോകും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ റവ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു കൈ കൊണ്ട് റവ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, മറ്റേ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടത് ഇളക്കി വറ്റിച്ച്, ഇപ്പോൾ നല്ല എണ്ണമയം കാണുന്നുണ്ട്. പക്ഷെ ഇളക്കി ചേർത്ത് റവയോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത്ര കൂടുതലായിട്ടൊന്നും കാണില്ല. വറ്റി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നന്നായി ഇളക്കി ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി വെച്ച് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് അങ്ങനെ അടുപ്പിൽ ചെറിയ തീയിൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ റവ നന്നായി വെന്ത് വരും. 2-3 മിനിറ്റ് കഴിഞ്ഞു.
ഇതിപ്പോൾ സെറ്റായിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇതേ കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ പുരട്ടണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാല നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് റവയും കൂടി ചേർത്ത് നന്നായി അമർത്തി വെച്ച് ഒന്ന് ചൂടായ ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ടോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്തിട്ടാണ് സാധാരണ കഴിക്കുക. ഞാനിതിപ്പോൾ ഇങ്ങനെ വെറുതെ നിങ്ങൾക്ക് കാണിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് സെറ്റാവാൻ സ്റ്റൗവിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തിട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമായി എന്ന് വരില്ല. കാരണം മസാല കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടാവില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെയും ചെയ്യാം, മിക്സ് ചെയ്തിട്ടും എടുക്കാം. രണ്ടും ഞാൻ കാണിക്കാം. പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായാൽ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ചാൽ മതി. അധികം കൂടുതലങ്ങ് ദമ്മാവൊന്നും വേണ്ട. എന്നിട്ടത് നമുക്ക് മെല്ലെ ഇളക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാനിലിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അത് മുഴുവനായിട്ടെടുത്ത് ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. 2 മിനിറ്റ് ചെറിയൊരു തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ്. തരിയും മസാലയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. പിന്നെ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരുപാട് റെസിപ്പിയുമായിട്ടും ഞാൻ വരാം. റംസാൻ തുടങ്ങാറായി. റംസാൻ റെസിപ്പീസുമായിട്ടും ഞാൻ വരാം. എൻ്റെ എല്ലാ റെസിപ്പീസും നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, ശരി എന്നാൽ ബായ്.